കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. ഇന്ന് 2024 മാർച്ച് 21 വ്യാഴാഴ്ച. ഞാൻ PT നാസർ. ഇന്ന് പല പത്രങ്ങളിലും പലതാണ് പ്രധാന വാർത്തകൾ. ടിപ്പർ അപകടത്തിൽ വീണ്ടും ആൾ മരിച്ചതാണ് മനോരമയിലെ ലീഡ്. വീണ്ടും ടിപ്പർ കൊല. ഇസ്രായേലിൻ്റെ കൂട്ടക്കൊലയാണ് മാധ്യമത്തിനും ദേശാഭിമാനിക്കും പ്രധാന വാർത്ത. സോളാർ വൈദ്യുതിയുടെ വില കുറയ്ക്കില്ലെന്നതാണ് മാതൃഭൂമിയിൽ. കൊലയാളികൾ പരോളിലിറങ്ങി മുങ്ങുന്നതാണ് കേരള കൗമുദിയിൽ. വ്യാജ സിം കാർഡുകൾ റദ്ദാക്കുന്നതാണ് ദീപികയിൽ. അങ്ങനെ പല പത്രങ്ങൾക്കും പലതാണ് വാർത്ത. വാർത്തയിലേക്ക് കടക്കാം. ടിപ്പർ കൊല വീണ്ടും മനോരമയുടെ ലീഡാണ്. സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. തിരുവനന്തപുരത്ത് രണ്ടാം ദുരന്തം. തിരുവനന്തപുരം തലസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും ടിപ്പർ ലോറിയുടെ മരണപ്പാച്ചിൽ. നഗരമധ്യത്തിൽ പനവിള ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ കടന്ന് അതിവേഗത്തിൽ പാഞ്ഞ ടിപ്പറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ കൊല്ലപ്പെട്ടു. ചാല ഗവൺമെൻറ് തമിഴ് VHHS ആൻഡ് TTIയിലെ ഇൻസ്ട്രക്ടർ മലയൻകീഴ് സ്വദേശി GS സുധീർ 49 വയസ്സാണ് മരിച്ചത്. ചൊവ്വാഴ്ച ടിപ്പർ ലോറിയിൽ നിന്ന് തെറിച്ച കരിങ്കല്ല് പതിച്ച് BDS വിദ്യാർത്ഥി അനന്തു ബിജുകുമാർ മരിച്ചതിൻ്റെ നടുക്കം മാറും മുമ്പാണ് പുതിയ സംഭവം. സുധീർ പനവിളയിലെ സിഗ്നൽ കടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അമിത വേഗതയിലെത്തിയ ടിപ്പറിൻ്റെ പിൻഭാഗം തട്ടി സ്കൂട്ടർ മരിച്ചത്. ടിപ്പറിൻ്റെ ചക്രങ്ങൾ ദേഹത്തു ഇറങ്ങി ഓടിയ ട്രിപ്പർ ഡ്രൈവർ നെയ്യാറ്റിൻകര സ്വദേശി സതീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ്. മലയൻകീഴ് ചന്തമുക്ക് സ്മിത ഭവനിലാണ് സുധീർ താമസിക്കുന്നത്. ഭാര്യ സ്മിത, മക്കൾ അരുന്ധതി, അളകനന്ദ. അനന്തുവിൻ്റെ ജീവനെടുത്തത് 25 തവണ പിഴയടച്ച ടിപ്പറാണ് എന്ന വിവരവും മനോരമ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. MA അനൂജിൻ്റെ പ്രത്യേക റിപ്പോർട്ടാണത്. തിരുവനന്തപുരം പോലീസ് 25ഓളം തവണ പെറ്റി കേസെടുത്ത് പിഴ ഈടാക്കിയിട്ടുള്ള ടിപ്പർ ലോറിയാണ് വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം BDS വിദ്യാർത്ഥി അനന്തുവിൻ്റെ ജീവനെടുത്തത്. ഫെബ്രുവരി 23-നും അമിത ഭാരത്തിന് 250 രൂപ പിഴ ചുമത്തിയതായി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് വ്യക്തമാകുന്നു. ശബ്ദമലിനീകരണത്തിനും മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുള്ള ഓട്ടത്തിനും കഴിഞ്ഞ 14-ന് കാട്ടാക്കട സബ് RTO 2000 രൂപ പിഴ ചുമത്തിയിരുന്നു. പിഴ അടച്ചാലും കൂടുതൽ ലോഡ് എത്തിച്ച് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ. അനന്തുവിൻ്റെ മരണകാരണം ലോറിയുടെ അമിതവേഗവും മോശം റോഡുമാണെന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണ്ടെത്തൽ. അനന്തുവിൻ്റെ സംസ്കാരം നടത്തി കുടുംബത്തിന് സർക്കാർ സഹായം ഉറപ്പാക്കുമെന്ന് അറിയിച്ച മന്ത്രി V ശിവൻകുട്ടി ഇക്കാര്യത്തിൽ അദാനി തുറമുഖ കമ്പനിയും സഹകരിക്കണമെന്നാവശ്യപ്പെട്ടു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ലോഡുമായി ടിപ്പർ ലോറി പോകുമ്പോഴായിരുന്നു അപകടം. വാർത്ത പരിശോധിക്കാൻ PIB എന്ന് പറഞ്ഞ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം. പരിശോധനയ്ക്കെതിരായ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കെ കേന്ദ്ര വിജ്ഞാപനം വന്നു എന്ന വാർത്തയും മലയാള മനോരമയിൽ 1-ാം പേജിൽ തന്നെ പ്രധാനമായൊരു സ്ഥലത്ത് തന്നെ വിന്യസിച്ചിട്ടുണ്ട്. വാർത്തയിലേക്ക് കിടക്കാം. ന്യൂഡൽഹി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളോ ഉള്ളടക്കമോ സർക്കാരിൻ്റെ കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യാജമെന്ന് മുദ്രകുത്തിയാൽ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോറത്തിൽ നിന്ന് അവ നീക്കം ചെയ്യേണ്ടി വരും. കേന്ദ്രവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വസ്തുതാ പരിശോധന നടത്താനുള്ള നീക്കത്തിനെതിരെ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയും സ്റ്റാൻഡപ്പ് കൊമീഡിയൻ കുനാൽ കംറയും ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയിൽ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് പരിശോധനയ്ക്ക് PIBക്ക് ചുമതല നൽകി കേന്ദ്രം വിജ്ഞാപനമിറക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നീക്കം സർക്കാരിനെതിരായ വിമർശനങ്ങളെ തടയാനാണെന്ന് ആക്ഷേപമുണ്ട്. അശ്ലീലം, ആൾമാറാട്ടം അടക്കം 8 തരം ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള പരാതികളിൽ സാമൂഹ്യ മാധ്യമ കമ്പനികൾ നടപടിയെടുക്കേണ്ട സമയം 72 മണിക്കൂറാണ്. കേന്ദ്രം വ്യാജമെന്ന് കണ്ടെത്തുന്ന വാർത്തകളും 2021 IT ഇൻ്റർമീഡിയറ്റ് ചട്ടത്തിൻ്റെ ഭേദഗതിയിലൂടെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. 72 മണിക്കൂറിനകം ഉള്ളടക്കം നീക്കാതിരിക്കാനും 72 മണിക്കൂറിനകം ഉള്ളടക്കം നീക്കാതിരിക്കാനും ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിന് അവകാശമുണ്ട്. എന്നാൽ പരാതിക്കാർ കോടതിയെ സമീപിച്ചാൽ പ്ലാറ്റ്ഫോമുകൾക്ക് സേഫ് ഹാർബർ പരിരക്ഷ ലഭിക്കില്ല. ഉള്ളടക്കത്തിൻ്റെ പേരിൽ പ്ലാറ്റ്ഫോം പ്രതിയാകുന്ന അവസ്ഥ ഒഴിവാക്കുന്നതാണ് സേഫ് ഹാർബർ പരിരക്ഷ. പ്ലാറ്റ്ഫോം കേസ് നടത്തേണ്ടി വരും. ചട്ടഭേദഗതിക്കെതിരെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അടക്കം രംഗത്ത് വന്നിരുന്നു. ഇത് സംബന്ധിച്ച് ആശങ്കകൾ പലതാണ് എന്ന് മനോരമ പറയുന്നു. ആശങ്കകൾ ഇതൊക്കെയാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് മാധ്യമസ്ഥാപനത്തിന് ലഭിക്കുന്ന ഒരു വാർത്ത സർക്കാരിന് ഹിതകരമല്ലെങ്കിൽ വ്യാജമെന്ന് മുദ്രകുത്താം.
മാധ്യമ സ്ഥാപനത്തിൻ്റെ വാർത്ത സ്വന്തം പോർട്ടലിൽ നിന്ന് നീക്കേണ്ടി വരില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് ആ വാർത്ത റദ്ദാക്കപ്പെടുന്നതിന് തുല്യമായി മാറും. സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ സർക്കാരിൻ്റെ തന്നെ ഏജൻസിയായ PIB എങ്ങനെ നിഷ്പക്ഷ പരിശോധന നടത്തുമെന്ന ചോദ്യവുമുണ്ട്. സ്വന്തം നിലയിൽ നിയമ പോരാട്ടം നടത്തേണ്ടി വരുന്നതിനാൽ വ്യാജ ഉള്ളടക്കം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വരുന്ന പരാതികൾ ഭൂരിഭാഗവും സമൂഹ മാധ്യമ കമ്പനികൾ അപ്പാടെ അംഗീകരിച്ചേക്കും. ED കേസിൽ വിചാരണ നീണ്ടാലും അനന്തമായി തടവ് പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഭരണഘടനയുടെ 21-ാം വകുപ്പ് പ്രകാരം ജാമ്യത്തിന് അർഹതയെന്ന് സുപ്രീം കോടതി. ന്യൂഡൽഹി. വിചാരണ നീളുന്നത് ചൂണ്ടിക്കാട്ടി പ്രതികളെ അനന്തകാലം തടവിലിടാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് EDക്ക് കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ദീർഘകാലമായി ജയിലിലിട്ടിരിക്കുന്നതും വിചാരണ നടക്കുന്നില്ലെന്ന് പരിഗണിച്ച് കോടതിക്ക് ജാമ്യം അനുവദിക്കാവുന്നതേയുള്ളൂ. കള്ളപ്പണം തടയൽ നിയമത്തിലെ 45-ാം വകുപ്പ് ഇതിന് കോടതിയെ തടയുന്നില്ലെന്ന് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവർ അടങ്ങുന്ന ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് 2 വ്യവസ്ഥകളാണ് 45-ാം വകുപ്പിൽ പറയുന്നത്. പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രഥമദൃഷ്ട്യാ സൂചന ലഭിക്കുക, ജാമ്യത്തിലിരിക്കെ കുറ്റം നടത്തിയിരിക്കാൻ സാധ്യതയില്ലാതിരിക്കുക എന്നിവയാണവ. എന്നാൽ ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം സംബന്ധിച്ച് ഭരണഘടനയുടെ 21-ാം വകുപ്പ് പ്രകാരം ജാമ്യത്തിന് അർഹതയുണ്ട്. EDയുടെ അന്വേഷണം നേരിടുന്ന ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ്റെ സഹായി പ്രേംപ്രകാശ് നൽകിയ ജാമ്യാപേക്ഷയിലാണ് കോടതിയുടെ പരാമർശം. 18 മാസമായി പ്രേംപ്രകാശ് ജയിലിലാണ്. എന്നാൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിൻ്റെ വാദം പരിഗണിച്ച് ജാമ്യം അനുവദിക്കാതെ കേസ് മാറ്റി. തുടർച്ചയായ ദിവസങ്ങളിൽ വിചാരണ നടത്താനും കോടതി നിർദ്ദേശിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഏപ്രിൽ 4-ന് 25 വരെ അപേക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യാം. തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഏപ്രിൽ 4-ന് പ്രസിദ്ധീകരിക്കും. പുതുതായി പേരു ചേർക്കേണ്ടവരും സ്ഥലം മാറ്റേണ്ടവരും ഈ മാസം 25-നകം അപേക്ഷിച്ചാൽ പട്ടികയിൽ ഇടം നേടാം. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന ദിവസമായ ഏപ്രിൽ 4 വരെയെങ്കിലും പേര് ചേർക്കാമെങ്കിലും അപേക്ഷ പരിശോധിക്കാൻ 10 ദിവസമെങ്കിലും വേണ്ടതിനാൽ 25-ന് മുൻപെങ്കിലും അപേക്ഷിക്കുകയാണ് ഉചിതമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് M. കൗൾ പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് M. കൗൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നാണ് ആ വാർത്ത. സഹകരണ സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പുനർനിർണയിക്കാൻ സർക്കാർ. കർശന മാനദണ്ഡങ്ങൾ സംഘങ്ങൾക്കും ജീവനക്കാർക്കും തിരിച്ചടിയാകുമെന്ന് ആശങ്ക. KP സഫീനയാണ് മനോരമയിൽ കോഴിക്കോട് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട്. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ 10 വർഷത്തിന് ശേഷം കർശന വ്യവസ്ഥകളോടെ പുനർനിർണയിക്കുന്നു. സംഘങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ് ജീവനക്കാരുടെ ശമ്പളമടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതേസമയം ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ കർശനമാക്കിയത് ഒട്ടേറെ സംഘങ്ങൾക്കും ജീവനക്കാർക്കും തിരിച്ചടിയാകുമെന്ന ആശങ്കയുമുണ്ട്. 3 വർഷത്തിലൊരിക്കൽ ഓരോ സംഘത്തിൻ്റെയും ക്ലാസിഫിക്കേഷൻ പരിശോധിച്ച് പുനർനിർണയിക്കണമെന്നാണ് വ്യവസ്ഥയെങ്കിലും ഏറ്റവും ഒടുവിൽ 2013-ലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. സ്ഥാപനങ്ങളുടെ തസ്തിക, ഘടന, ശമ്പളം എന്നിവയെല്ലാം നിശ്ചയിക്കുന്നത് ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ ക്ലാസിഫിക്കേഷനായി ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പലതും പ്രായോഗികമല്ലെന്നാണ് സഹകരണ ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. മാനദണ്ഡങ്ങൾ കർശനമാക്കിയത് പല സംഘങ്ങളെയും നിലവിലുള്ള ഉയർന്ന ക്ലാസിഫിക്കേഷനിൽ നിന്ന് താഴോട്ടാക്കുമെന്നാണ് ആശങ്ക. ഏറ്റവും ഉയർന്ന സൂപ്പർ ഗ്രേഡ് ക്ലാസിഫിക്കേഷൻ കിട്ടാൻ നിലവിൽ 80 കോടി രൂപയുടെ പ്രവർത്തന മൂലധനം മതിയായിരുന്നുവെങ്കിൽ ഇനി 160 കോടി രൂപയോ അതിനു മുകളിലോ വേണം. നിക്ഷേപമായി 60 കോടി രൂപ മതിയായിരുന്നെങ്കിൽ ഇനി 125 കോടി രൂപയോ അതിനു മുകളിലോ ഉണ്ടെങ്കിലേ സൂപ്പർ ഗ്രേഡ് ക്ലാസിഫിക്കേഷൻ ലഭിക്കൂ. നിഷ്ക്രിയ ആസ്തി 15% കുറയ്ക്കണമെന്ന കർശന മാനദണ്ഡം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 5 സെൻറ്റിന് താഴെയുള്ള ഭൂമി അടക്കമുള്ളവയിൽ ജപ്തി നടപടികൾക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വായ്പ തിരിച്ചുപിടിക്കാൻ സഹായമില്ലാതെ കിട്ടാക്കടം കുറയ്ക്കുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. വായ്പ തിരിച്ചുപിടിക്കാൻ സഹായമില്ലാതെ കിട്ടാക്കടം കുറയ്ക്കുന്നത് എങ്ങനെയെന്നാണ് ചോദ്യമുയരുന്നത്. ഓഡിറ്റ് പെർഫോമൻസ് സംബന്ധിച്ച കർശന നിയന്ത്രണങ്ങളും തിരിച്ചടിയാകുമെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സഹകരണ സ്ഥാപനങ്ങളുടെ ക്ലാസ് താഴ്ത്തി ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും കുറയ്ക്കാനുള്ള നീക്കമാണിതെന്ന് നടക്കുന്നതെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. സർക്കാർ തയ്യാറാക്കിയ കരട് സംബന്ധിച്ച് വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായി സഹകരണ രജിസ്ട്രാറുടെ ചർച്ച പുരോഗമിക്കുകയാണ്. 27 വരെ നടത്തുന്ന ചർച്ചയിൽ ജീവനക്കാർക്ക് പരാതികൾ ചൂണ്ടിക്കാട്ടാൻ അവസരമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രാ കപ്പൽ പ്രാഥമിക ചർച്ച 27-ന് കൊച്ചിയിൽ. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 4 കമ്പനികൾ. ബേപ്പൂരിൽ നിന്നാണ് വാർത്ത. കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രാ കപ്പൽ സർവീസ് തുടങ്ങുന്നത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ച 27-ന് കൊച്ചിയിൽ നടക്കും.
മാരിടൈം ബോർഡ് നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ സർവീസ് നടത്താൻ താൽപ്പര്യമുള്ളവർ, സർവീസിന് കപ്പൽ വിട്ടുകൊടുക്കാൻ കഴിയുന്ന കമ്പനികൾ എന്നിവരുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്രാ കപ്പൽ സർവീസിൻ്റെ സാധ്യത മനസ്സിലാക്കാൻ ഈ മാസം 7-നാണ് കേരള മാരിടൈം ബോർഡ് താൽപ്പര്യപത്രം ക്ഷണിച്ചത്. 4 കമ്പനികൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുറമുഖങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വിശദമായ ചർച്ച ചെയ്ത് സാധ്യതകൾ വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള പറഞ്ഞു. കേരളത്തിനും ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിൽ യാത്രാ കപ്പൽ സർവീസ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഷിപ്പിംഗ് കോർപ്പറേഷൻ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, കേരള മാരിടൈം ബോർഡ്, നോർക്ക റൂട്ട്സ് എന്നീ ഉദ്യോഗസ്ഥർ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് യാത്രാ കപ്പൽ സർവീസ് നടത്താൻ താൽപ്പര്യമുള്ള ഷിപ്പിംഗ് കമ്പനികളിൽ നിന്ന് നടത്തിപ്പ് ടെൻഡർ ക്ഷണിക്കാൻ ധാരണയായത്. ആദ്യഘട്ടത്തിൽ കൊച്ചി, ദുബായ് സെക്ടറിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന യാത്രാ കപ്പൽ ബേപ്പൂരിലേക്ക് നീട്ടാനും അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കാനായാൽ സംസ്ഥാനത്തെ പ്രവാസി യാത്രക്കാർക്ക് ഒരു ബദൽ മാർഗമാകും. വിമാന ടിക്കറ്റിൻ്റെ 1/3 ഭാഗം ചെലവിൽ കപ്പൽ യാത്ര സാധ്യമാകുമെന്നും കപ്പലിൽ കൂടുതൽ ലഗേജ് കൊണ്ടുവരാൻ കഴിയുമെന്നും പ്രവാസി യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകും. കൊപ്ര സംഭരണത്തിന് ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി വേണം. കാരണം ഉത്തരവിറക്കാൻ വൈകിയതാണ്. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ ഉത്തരവിറക്കി, കേരളം വൈകി. മനോരമയിൽ കോഴിക്കോട് നിന്നാണ് ഈ വാർത്ത. കൊപ്ര സംഭരണത്തിന് അനുമതി തേടി കേരളം നാഫെഡിന് നൽകിയ അപേക്ഷയിൽ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടെ മാത്രം. കേരളം 14-ന് നൽകിയ അപേക്ഷ നാഫെഡിൽ ലഭിച്ച ശേഷം ചില വിശദീകരണങ്ങൾ നാഫെഡ് കേരളത്തിൽ നിന്ന് തേടിയിരുന്നു. അതും ലഭിച്ച ശേഷമാണ് അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിക്കായി നാഫെഡ് അയച്ചത്. ഇനി കമ്മീഷൻ്റെ അംഗീകാരം കിട്ടിയ ശേഷമേ കേരളത്തിൽ കൊപ്ര സംഭരണത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനാകൂ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തമിഴ്നാട് മാർച്ച് ആദ്യവാരം തന്നെ നാഫെഡിന് അപേക്ഷ നൽകി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ അനുമതി നേടിയെടുത്തിരുന്നു. 12-ന് അനുമതി ലഭിച്ച അവർ 13-ന് തന്നെ തമിഴ്നാട്ടിൽ സംഭരണത്തിന് ഉത്തരവിറക്കി. ഇതനുസരിച്ച് ഏപ്രിൽ 1 മുതൽ അവിടെ കൊപ്ര സംഭരണം ആരംഭിക്കും. ഇതറിഞ്ഞ ശേഷമാണ് 14-ന് പോലും കേരളം അപേക്ഷ സമർപ്പിച്ചത്. അപ്പോഴേക്കും 16-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഈ സാഹചര്യത്തിലാണ് അനുമതി നൽകാൻ നാഫെഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമ്മതം തേടിയിരിക്കുന്നത്. കൊപ്ര സംഭരണത്തിൽ നാഫെഡ് ഏർപ്പെടുത്തിയ പുതിയ ക്രമീകരണം അനുസരിച്ച് 3 മാസം വീതമുള്ള 2 ഘട്ടങ്ങളായാണ് കൊപ്ര സംഭരിക്കുക. ഏപ്രിൽ, ജൂൺ മാസങ്ങളിലെ ആദ്യഘട്ടത്തിൽ സംഭരണത്തിനാണ് കേരളം അപേക്ഷ നൽകിയിട്ടുള്ളത്. ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്, കലാഭവൻ സോബി ജോർജ് അറസ്റ്റിൽ. എല്ലാ പത്രങ്ങളിലുമുള്ള വാർത്തയാണ്. ബത്തേരി. സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ സ്റ്റേജ് ആർട്ടിസ്റ്റും നടനും ഗാനമേള ട്രൂപ്പ് കോതമംഗലം കലാഗ്രഹം ഡയറക്ടറുമായ എറണാകുളം നെല്ലിമറ്റം കാക്കനാട് വീട്ടിൽ കലാഭവൻ സോബി ജോർജ് 56 വയസ്സാണ് അറസ്റ്റിലായി. പുൽപ്പള്ളി സ്വദേശി ഷിജിനിൽ നിന്ന് 3,04,200 രൂപ തട്ടിയെടുത്ത കേസിൽ കൊല്ലം ചാത്തന്നൂരിൽ നിന്ന് ബത്തേരി പോലീസാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ സോബിയെ റിമാൻഡ് ചെയ്തു. 2021 സെപ്റ്റംബർ മുതൽ 2022 മാർച്ച് വരെ പല തവണയായാണ് ഷിജനിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വഴി സോബി പണം കൈപ്പറ്റിയത്. ജോലി ലഭിക്കാതായതോടെ 2023 ജൂണിൽ ഷിജൻ പോലീസിൽ പരാതി നൽകി. സമാന സംഭവങ്ങളിൽ അമ്പലവയൽ സ്റ്റേഷൻ പരിധിയിൽ ഒരാളിൽ നിന്ന് 4.5 ലക്ഷവും പുൽപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ 4 പേരിൽ നിന്ന് 19 ലക്ഷവും സോബി തട്ടിയതായി പോലീസ് പറഞ്ഞു. കേരളത്തിലുടനീളം ഇയാൾക്കെതിരെ 25-ലധികം കേസുകളുണ്ടെന്ന് SI CM സാബു അറിയിച്ചു. SI KV ശശികുമാർ, പോലീസുകാരായ അരുൺജിത്ത്, PK സുമേഷ്, VR അനീത് കുമാർ, M മിഥിൻ എന്നിവർ അറസ്റ്റിന് നേതൃത്വം നൽകി. വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണം അപകടകരമല്ലെന്ന് മൊഴി നൽകിയ ആളാണ് സോബി. ബാലഭാസ്കർ കേസിൽ കഴിഞ്ഞ 14-നാണ് മൊഴി നൽകിയതെന്നും 15 മുതൽ തനിക്കെതിരെ പണി തുടങ്ങിയെന്നും കണ്ട കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ പിന്തിരിയില്ലെന്നും ബത്തേരി പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് വെച്ച് സോബി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. മാധ്യമത്തിൻ്റെ ലീഡ്, ജീവനെടുത്ത് ഇസ്രായേൽ ഉപരോധം, കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു എന്ന തലക്കെട്ടിലാണ്. ഗസയിൽ സഹായം വൈകിയാൽ കൂട്ടമരണമെന്ന് ലോകാരോഗ്യ സംഘടന. ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 13,000-ലധികം കുരുന്നുകൾ. ആകെ മരണം 31,923. ഗസ സിറ്റി. 5 മാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേലിൻ്റെ കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണവും അവശ്യ സാധനങ്ങൾ പോലും ലഭ്യമാക്കാതെയുള്ള ഉപരോധവും മൂലം ഭക്ഷണം ലഭിക്കാതെ ഗസയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു.
ഇനിയും സഹായം എത്തിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂട്ടമരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് മുന്നറിയിപ്പ് നൽകി. അഭയാർത്ഥി ക്യാമ്പുകളിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് മൂലം മരണത്തിൻ്റെ വക്കിലാണെന്ന് ലോകാരോഗ്യ സംഘടനയും പറയുന്നു. യുദ്ധത്തിൽ ഇതുവരെ 13,000-ലധികം കുരുന്നുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ പാടെ തകർന്ന് ഗസ വൻ മാനുഷിക ദുരന്തത്തിനരികിലാണെന്ന് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് സെക്രട്ടറി ജനറൽ ക്രിസ്റ്റഫർ ലോക്കിയർ പറഞ്ഞു. വാർത്താവിനിമയ സംവിധാനങ്ങൾ നിലച്ചതിനാൽ വടക്കൻ ഗസയിലെ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ലക്ഷങ്ങൾ അഭയാർത്ഥികളായി കഴിയുന്ന റഫയിലെ കരയാക്രമണം കടുപ്പിക്കാനുള്ള ഇസ്രായേൽ തീരുമാനം നടപ്പായാൽ മനുഷ്യ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ദുരന്തമാണ് കാത്തിരിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസ് പോരാളികൾ താവളമാക്കിയെന്ന് ആരോപിച്ചാണ് അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും അതിക്രമിച്ച് കടന്ന ഇസ്രായേൽ സേന അവിടെ വീണ്ടും ചോരക്കളമാക്കി. 90-ലധികം പേരെ വധിച്ചതായാണ് സൈന്യം അവകാശപ്പെടുന്നത്. യുദ്ധം തുടങ്ങിയതു മുതൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ച് ആശുപത്രികളെ ലക്ഷ്യമിടുന്ന സൈന്യം 410 ആക്രമണങ്ങളാണ് ഇതുവരെ നടത്തിയതെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. 685 പേർ കൊല്ലപ്പെടുകയും 902 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 99 കെട്ടിടങ്ങൾക്കും 104 ആംബുലൻസുകൾക്കും കേടുപാടുണ്ടായി. ഒരാഴ്ചക്കിടെ നടത്തിയ ആക്രമണങ്ങളിൽ 100-ലധികം സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ട്രക്കുകളിലെത്തുന്ന ഭക്ഷണം കാത്തുനിന്നവരെ കൂട്ടക്കൊല ചെയ്തു. ഭക്ഷണം വിതരണം പോലും തടഞ്ഞ് ഗസ നിവാസികളെ വംശഹത്യ ചെയ്യാനുള്ള കുടിലതന്ത്രമാണ് ഇസ്രായേൽ നടപ്പാക്കുന്നതെന്ന് ഗസ മീഡിയ ഓഫീസ് കുറ്റപ്പെടുത്തി. ബന്ദിമോചന വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ പുരോഗമിക്കുമ്പോഴും ഗസയിൽ വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ചൊവ്വാഴ്ച രാത്രി അഭയാർത്ഥി ക്യാമ്പുകളിൽ നടത്തിയ 3 ആക്രമണങ്ങളിൽ 28 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ആകെ മരണം 31,923 74,096 പേർക്ക് പരിക്കേറ്റു. വെടിനിർത്തൽ ചർച്ച തുടരുന്നു എന്നൊരു വിവരവും മാധ്യമം ഇതോടുകൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. ദോഹ ഗസ വെടിനിർത്തൽ ചർച്ചകൾ 3-ാം ദിവസവും തുടരുന്നു. ഇസ്രായേൽ, ഖത്തർ, US, ഈജിപ്ത് എന്നിവയുടെ സാന്നിധ്യത്തിലാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. പുരോഗതി അവകാശപ്പെടാനാവില്ലെങ്കിലും ശുഭപ്രതീക്ഷ പകരുന്നതാണ് നീക്കങ്ങളെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ഇസ്രായേൽ സംഘത്തെ നയിച്ച മൊസാദ് തലവൻ ഡേവിഡ് ബോർണിയ ചൊവ്വാഴ്ച നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇസ്രായേലിൻ്റെ യുദ്ധമന്ത്രിസഭാ യോഗത്തിൽ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനാണ് മടങ്ങിയതെന്നാണ് സൂചന. അതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോആവ് ഗാലന്റ് അടുത്ത ആഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കും. ഗസ കരയാക്രമണ പദ്ധതിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. ഒക്ടോബർ ആക്രമണത്തിന് ശേഷം ആദ്യ സന്ദർശനം നടത്തുന്ന ഗാലന്റ് പെൻറ്റഗൺ മേധാവി ലോയ്ഡ് ഓസ്റ്റിനെയും കാണും. US വിദേശകാര്യ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ സൗദി അറേബ്യ സന്ദർശിക്കാനെത്തിയിട്ടുണ്ട്. എസ് രാജേന്ദ്രൻ BJPയുമായി ചർച്ചയ്ക്ക് ഡൽഹിയിൽ എന്ന വാർത്ത മാധ്യമത്തിൽ 1-ാം പേജിൽ തന്നെയുണ്ട്. CPM പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിനിടെ നാടകീയമായി ന്യൂഡൽഹിയിലെത്തിയ ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി. ജാവ്ദേക്കറുടെ വസതിയിൽ നടന്ന ചർച്ച 1 മണിക്കൂറോളം നീണ്ടു. ഒരേ സമയം BJPയുമായും CPMുമായും രാജേന്ദ്രൻ രാഷ്ട്രീയ വിലപേശൽ നടത്തുകയാണെന്നാണ് സൂചന. BJP സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തിയ രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന് കണ്ടപ്പോഴാണ് പാർട്ടിയിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമമുണ്ടായത്. CPM നേതാക്കളുടെ പരിശ്രമമുണ്ടായത്. നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് LDF കൺവെൻഷനിൽ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പങ്കെടുത്തത്. തുടർന്ന് നാടകീയമായി ബുധനാഴ്ച രാവിലെ ഡൽഹിയിലെത്തി BJP പ്രഭാരിയുമായി ചർച്ച നടത്തുകയായിരുന്നു. CPMനെ വെട്ടിലാക്കി രാജേന്ദ്രൻ എന്ന് ഇതിൻ്റെ ഒരു പശ്ചാത്തലങ്ങളെല്ലാം വിവരിക്കുന്ന ഒരു വാർത്തയും മാധ്യമത്തിലുണ്ട്. റഷ്യൻ സേനയിൽ 600 നേപ്പാളികളും പലർക്കും നാട്ടിലേക്ക് മടങ്ങി വരാൻ താൽപ്പര്യമില്ലെന്ന് റഷ്യൻ അംബാസഡർ. കാഠ്മണ്ഡുവിൽ നിന്നാണ്. നിയമവിരുദ്ധമായി റഷ്യയിലെത്തി സൈനിക ജോലി സ്വീകരിച്ച നേപ്പാൾ പൗരന്മാർ തിരിച്ചു വരാൻ വിസമ്മതിക്കുന്നതായി നേപ്പാളിലെ റഷ്യൻ അംബാസഡർ അലക്സിനോക്കോവ്. റഷ്യൻ സേനയിലെ നേപ്പാൾ പൗരന്മാർക്ക് സുരക്ഷിതമായി മടങ്ങി വരാൻ സൗകര്യമൊരുക്കണമെന്ന ആവശ്യത്തിന് മറുപടിയിലാണ് പ്രതികരണം. യുക്രൈൻ റഷ്യ യുദ്ധത്തിനിടെ മാത്രം 19 നേപ്പാൾ പൗരന്മാർ റഷ്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അനധികൃത മാർഗങ്ങളിലൂടെ റഷ്യയിലെത്തിയാണ് സൈനിക ജോലി ഏറ്റെടുക്കുന്നതെന്നാണ് വിശദീകരണം. നിലവിൽ 600 നേപ്പാൾ പൗരന്മാർ റഷ്യൻ സേനയിലുണ്ടെന്നാണ് കണക്ക്. ഇവരിൽ 270 പേർ നാട്ടിലേക്ക് മടങ്ങാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. 50 പേരുടെ മടക്കം പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ റഷ്യൻ സൈനിക നിരക്കൊപ്പം പൊരുതുന്ന ഇന്ത്യക്കാർ വാർത്തയിലുണ്ടായിരുന്നു.
തമിഴർക്കെതിരായ പരാമർശം. കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയ്ക്കെതിരെ കമ്മീഷൻ നടപടി. മാധ്യമം ബാംഗ്ലൂരിൽ നിന്നാണ് വാർത്ത. ബാംഗ്ലൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട് തമിഴ് വിരുദ്ധ പരാമർശം നടത്തിയ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി. ശോഭയ്ക്കെതിരെ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കേസെടുക്കാനും 48 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. DMK നൽകിയ പരാതി പരിഗണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടി. തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കർണാടകയിൽ ബോംബ് സ്ഫോടനം നടത്തിയതെന്ന ശോഭയുടെ പ്രസ്താവന വ്യാപക പ്രതിഷേധമുണ്ടാക്കിയതിന് പിന്നാലെ അവർ മാപ്പ് പറഞ്ഞിരുന്നു. അതേസമയം പ്രസ്തുത പ്രസ്താവന ജനങ്ങൾക്കിടയിൽ ശത്രുത വളർത്താൻ ഉതകുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിക്കെതിരെ മധുര പോലീസിലെ സൈബർ ക്രൈം വിങ് കേസെടുത്തു. ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കഫേയിൽ ബോംബ് വെക്കുന്നു, മറ്റൊരാൾ ഡൽഹിയിൽ നിന്ന് വന്ന് വിധാൻസൗധയിൽ പാക്കനുകൂല മുദ്രാവാക്യം വിളിക്കുന്നു, വേറൊരാൾ കേരളത്തിൽ നിന്ന് വന്ന് ആസിഡ് ആക്രമണം നടത്തുന്നു. ഇതായിരുന്നു ശോഭ കരന്തലജയുടെ പ്രസ്താവന. ബാംഗ്ലൂരുവിൽ കടയുടമയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിനെതിരെ ഹിന്ദുത്വ പ്രവർത്തകർ ബാംഗ്ലൂരു മോസ്കിൽ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുക്കവെയാണ് വിവാദ പരാമർശം. ഇതിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ രൂക്ഷമായാണ് പ്രതികരിച്ചത്. വിദ്വേഷ പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കേരളത്തിനെതിരായ പരാമർശം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരും ആവശ്യപ്പെട്ടു. ഡാനിഷ് അലി കോൺഗ്രസിൽ. ന്യൂഡൽഹിയിൽ നിന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമ്രോഹയിൽ വീണ്ടും മത്സരിക്കും. പാർട്ടി ലൈൻ വിട്ട് പാർലമെൻറ്റിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളുമായി സഹകരിച്ചതിനെ തുടർന്ന് ബഹുജൻ സമാജ് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഡാനിഷ് അലി MP കോൺഗ്രസിൽ. ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ നിന്നുള്ള ലോക്സഭാംഗമായ ഡാനിഷ് അലി കോൺഗ്രസ് ടിക്കറ്റിൽ അവിടെ വീണ്ടും മത്സരിക്കും. BJPക്കെതിരായ ലോക്സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ ഡാനിഷ് അലി സജീവമായി പങ്കെടുത്തിരുന്നു. തൃണമൂൽ കോൺഗ്രസിലെ മെഹുവ മൈത്രയെ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യയാക്കിയ നടപടി, വിദ്വേഷ പ്രസംഗം നടത്തിയ BJPയുടെ രമേശ് ബിധുരിക്കെതിരായ പ്രതിഷേധം തുടങ്ങിയവയിൽ മറ്റ് 9 BSP അംഗങ്ങൾ മൗനം പാലിച്ചെങ്കിലും ഡാനിഷ് അലി അതിനൊപ്പം നിന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഭയിൽ തുറന്നെതിർത്തു. BSPയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പമാണ് ഡാനിഷ് അലി ഇരുന്നത്. അദ്ദേഹം കോൺഗ്രസിലെത്തിയിരിക്കുന്നു. ഒരു വിഭാഗം എയ്ഡഡ് അധ്യാപകരെ തരം താഴ്ത്തി നൂറുകണക്കിന് ഹിന്ദി, അറബി, ഉറുദു, സംസ്കൃതം ഭാഷാധ്യാപകരെയാണ് ഇത് ബാധിക്കുക. മാധ്യമത്തിൽ കണ്ണൂരിൽ നിന്നാണ് വാർത്ത. എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഒരു വിഭാഗം അധ്യാപകരെ സീനിയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ വിദ്യാഭ്യാസ വകുപ്പ് തരം താഴ്ത്തിയതായി പരാതി. പാർട്ട് ടൈമായി ജോലിയിൽ പ്രവേശിക്കുകയും 5 വർഷത്തെ സേവനത്തിനു ശേഷം ഫുൾ ടൈം ആവുകയും ചെയ്ത ഭാഷാധ്യാപകരെയാണ് സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത്. സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നതോടെ അടുത്ത വർഷങ്ങളിൽ പ്രധാനാധ്യാപക പ്രമോഷന് യോഗ്യത നേടി കാത്തിരിക്കുന്ന നിരവധി ഭാഷാധ്യാപകരുടെ പ്രതീക്ഷകൾക്കാണ് മങ്ങലേൽക്കുന്നത്. സ്കൂൾ മാനേജരാണ് ജീവനക്കാരുടെ സേവന കാലയളവിനെ അടിസ്ഥാനമാക്കി സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി AEO ഓഫീസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കേണ്ടത്. കഴിഞ്ഞ വർഷം വരെ മാനുവലായി സമർപ്പിച്ച സീനിയോറിറ്റി ലിസ്റ്റ് ഈ വർഷം മുതൽ സമന്വയ വഴി സമർപ്പിക്കാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. ഒരു സ്കൂളിലെ മുഴുവൻ ജീവനക്കാരെയും ഉൾപ്പെടുത്തിയാണ് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ KER വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ച് പാർട്ട് ടൈം അധ്യാപകരെയും 5 വർഷത്തെ സേവനത്തിന് ശേഷം ഫുൾ ടൈം അധ്യാപകരെയും ഒഴിവാക്കി 5 വർഷത്തെ സേവനത്തിന് ശേഷം ഫുൾ ടൈം ആയ അധ്യാപകരെയും ഒഴിവാക്കി സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലർ പറയുന്നത്. നൂറുകണക്കിന് ഹിന്ദി, അറബി, ഉറുദു, സംസ്കൃതം ഭാഷാധ്യാപകരെയാണ് ഇത് ബാധിക്കുന്നത്. ലോകായുക്ത നിയമ ഭേദഗതി ഹൈക്കോടതി വിശദീകരണം തേടി എന്ന വാർത്തയും കൊച്ചിയിൽ നിന്ന് മാധ്യമം കൊണ്ടുവന്നിരിക്കുന്നു. കൊച്ചി. സെക്ഷൻ 14 പ്രകാരമുള്ള അധികാരങ്ങൾ വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ലോകായുക്ത നിയമ ഭേദഗതിക്കെതിരെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. അഴിമതി തുടച്ചു നിൽക്കാൻ കൊണ്ടുവന്ന ലോകായുക്ത നിയമത്തെ നിഷ്പ്രഭമാക്കുന്നതാണ് നിയമ ഭേദഗതിയെന്ന് ആരോപിച്ച് എറണാകുളം സ്വദേശി N പ്രകാശാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ വിശദീകരണം നൽകാൻ അഡ്വക്കേറ്റ് ജനറലിനോട് ചീഫ് ജസ്റ്റിസ് AJ ദേശായി, ജസ്റ്റിസ് VG അരുൺ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഹർജി ജൂൺ 10 പരിഗണിക്കും. നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് കഴിഞ്ഞ മാസം രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു. ഇതിലെ 14-ാം വകുപ്പ് ജുഡീഷ്യൽ, അർദ്ധ ജുഡീഷ്യൽ ഉത്തരവുകളിൽ ഭരണനിർവഹണ സംവിധാനത്തിന് കടന്നുകയറാൻ അധികാരം നൽകുന്നതാണെന്ന് ഹർജിയിൽ പറയുന്നു. അധികാരത്തിലുള്ളവർ അഴിമതി നടത്തിയെന്ന് തെളിഞ്ഞാൽ സ്ഥാനമൊഴിയണമെന്ന് ഉത്തരവിടാൻ നേരത്തെ ലോകായുക്തക്ക് അധികാരമുണ്ടായിരുന്നു. എന്നാൽ നിയമ ഭേദഗതി പ്രകാരം
മന്ത്രിമാർക്കെതിരായ വിധി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കെതിരായ വിധി നിയമസഭയ്ക്കും പുനഃപരിശോധിക്കാൻ കഴിയും. ലോകായുക്ത എന്ന നിയമ സംവിധാനത്തിന് മുകളിലാണ് ഭരണകർത്താക്കളുടെ സ്ഥാനമെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. മാതൃഭൂമിയുടെ ലീഡ് സോളാർ വൈദ്യുതി നിലവിലെ ബില്ലിംഗ് തുടരും എന്നതാണ്. കമ്മീഷൻ തെളിവെടുപ്പിൽ പ്രതിഷേധം ബഹളം. തിരുവനന്തപുരം പുരപ്പുറ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് നിലവിലെ ബില്ലിംഗ് രീതിയിൽ മാറ്റം വരുത്താൻ നടപടികൾ എടുത്തിട്ടില്ലെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. നിലവിലുള്ള ബില്ലിംഗ് രീതി തുടരും. ഇത് മാറ്റാൻ KSEB അപേക്ഷ നൽകിയിട്ടില്ലെന്നും കമ്മീഷൻ ചെയർമാൻ TK ജോസ് പറഞ്ഞു. പുനരുപയോഗ സ്രോതസ്സുകളുടെ മീറ്ററിംഗ് സംബന്ധിച്ച് കരട് ചട്ടങ്ങളെക്കുറിച്ചുള്ള തെളിവെടുപ്പിലാണ് കമ്മീഷൻ ഇത് വ്യക്തമാക്കിയത്. നിലവിൽ സോളാർ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ലാഭകരമായ നെറ്റ് ബില്ലിംഗ് രീതി മാറ്റി വൈദ്യുതി ബോർഡിന് കൂടുതൽ പണം നൽകേണ്ടി വരുന്ന ഗ്രോസ് മീറ്ററിംഗ് നടപ്പിലാക്കുമെന്ന ആശങ്കയെ തുടർന്ന് സോളാർ വൈദ്യുതി ഉൽപ്പാദകരും കമ്പനി പ്രതിനിധികളുമായി ഒട്ടേറെ പേർ തെളിവെടുപ്പിനെത്തിയിരുന്നു. ചെറിയ ഹാളിൽ ഇവരെ ഉൾക്കൊള്ളാനാവാതെ വന്നതോടെ ബഹളമായി. തെളിവെടുപ്പ് മാറ്റിവെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ മാറ്റിവെക്കാനാവില്ലെന്നും വിശദ തെളിവെടുപ്പ് പിന്നീട് നടത്താമെന്നും കമ്മീഷൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ കമ്മീഷൻ്റെ ഉറപ്പ് വേണമെന്ന് തെളിവെടുപ്പിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ബോർഡ് ഈ ആവശ്യം ഉന്നയിച്ചാൽ എല്ലാവരുടെയും അഭിപ്രായം കേട്ട ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് കമ്മീഷൻ പറഞ്ഞു. തെളിവെടുപ്പിൽ പങ്കെടുത്തവരൊക്കെ ബില്ലിംഗ് രീതി മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ ഭേദഗതിയിൽ ബില്ലിംഗ് രീതി സംബന്ധിച്ച നിർവചനം ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്ന് കമ്മീഷൻ പറഞ്ഞു. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിനെ പിന്തുടർന്നാണ്, അല്ലാതെ ഈ മാറ്റം നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ വിശദീകരിച്ചു. ബുധനാഴ്ച 11 തുടങ്ങിയ തെളിവെടുപ്പ് 7 മണിവരെ നീണ്ടു. ബില്ലിംഗ് രീതി മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മന്ത്രിയും പറയുന്നുണ്ട്. നെറ്റ് ബില്ലിംഗ് രീതി മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. പല സംസ്ഥാനങ്ങളും ബില്ലിംഗ് രീതി മാറ്റിയെങ്കിലും സോളാർ വൈദ്യുതി ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ ഇത് ബോർഡിൻ്റെ സാമ്പത്തിക സുസ്ഥിരതയെ ബാധിക്കും. ഇതും സംസ്ഥാനത്തിൻ്റെ സൗരോർജ്ജ വൈദ്യുതി നയവും സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തിയ ശേഷമേ ബില്ലിംഗ് രീതി മാറ്റുന്നതിൽ തീരുമാനമെടുക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. IS ഇന്ത്യൻ തലവൻ അസമിൽ അറസ്റ്റിൽ എന്നൊരു വാർത്തയും മാതൃഭൂമിയിലുണ്ട്. മാതൃഭൂമിയുടെ 1-ാം പേജിൽ തന്നെ. ചെറുതാണ് വാർത്തയെങ്കിലും. ഗുവാഹത്തി ഭീകരവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ IS ഇന്ത്യൻ തലവനും കൂട്ടാളിയും അസമിൽ അറസ്റ്റിൽ. ഹാരിസ് ഫറൂഖി, അനുരാഗ് സിംഗ് എന്നിവരാണ് പിടിയിലായത്. ബംഗ്ലാദേശിൽ നിന്നെത്തിയ ഇവരുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നിന്ന് ISലേക്ക് ആളെ ചേർത്താനും സ്ഫോടനങ്ങൾ നടത്താനും ഗൂഢാലോചന നടത്തിയതായി അസം പോലീസ് അറിയിച്ചു. അനുരാഗ് സിംഗിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് അതങ്ങനെ പോട്ടെ. 100 കിലോ മാലിന്യമുണ്ടോ? ബൾക്ക് പട്ടികയിൽപ്പെടും. മാതൃഭൂമിയിൽ തിരുവനന്തപുരത്ത് നിന്ന് MK സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓരോ ദിവസത്തെയും മാലിന്യത്തിൻ്റെ അളവ് 100 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ വലിയ തോതിൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നവരുടെ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് പട്ടികയിലാവും. ജൈവമാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കാതിരിക്കുകയോ അജൈവം തദ്ദേശ സ്ഥാപനങ്ങൾ ചുമതലപ്പെടുത്തുന്നവർക്ക് നൽകാതിരിക്കുകയോ ചെയ്താൽ പിഴയടയ്ക്കണം. സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കിട്ടാനും പുതുക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാലിന്യ പരിപാലന റിട്ടേൺ നൽകേണ്ടിയും വരും. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെയോ തദ്ദേശ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ സ്വകാര്യ കമ്പനികളുടെയോ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ, ആശുപത്രികൾ, നഴ്സിംഗ് ഹോമുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, മാർക്കറ്റുകൾ, ആരാധനാലയങ്ങൾ, സ്റ്റേഡിയങ്ങൾ, കായിക സമുച്ചയങ്ങൾ എന്നിവയ്ക്കൊക്കെ ബൾക്ക് പട്ടികയിൽ ഉൾപ്പെടാം. ഈ വിഭാഗത്തിൻ്റെ പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തയ്യാറാക്കും. സർക്കാർ സ്വകാര്യ ഓഫീസുകളിൽ മാലിന്യ പരിപാലനത്തിന് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണമെന്നാണ് പുതിയ വ്യവസ്ഥ. ബൾക്കുകാർ ചെയ്യേണ്ടത്: റെസിഡൻസ് മാർക്കറ്റ് അസോസിയേഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെ മാലിന്യം തരംതിരിക്കണം. ജൈവം സ്വന്തം നിലയ്ക്ക് സംസ്കരിക്കുകയോ കൈമാറുകയോ വേണം. 50,000 ചതുരശ്ര മീറ്ററിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളും ഗേറ്റഡ് കോളനികളും ജൈവമാലിന്യം കമ്പോസ്റ്റിങ്ങിലൂടെയോ ബയോമെത്തനേഷനിലൂടെയോ സംസ്കരിക്കണം. അജൈവം കൈമാറണം. മുനിസിപ്പൽ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ വീടുകൾ, ജനവാസ കേന്ദ്രങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ,
വലിയ വാണിജ്യ സമുച്ചയം, മാളുകൾ തുടങ്ങിയവയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് വേർതിരിച്ച മാലിന്യം സംഭരിക്കാൻ ക്രമീകരണം ഏർപ്പെടുത്തണം. ഹരിത കർമ്മസേനാംഗങ്ങളുടെയും അസോസിയേഷനുകളുടെയും യോഗത്തിൽ ക്ഷണിച്ച് മാലിന്യ പരിപാലനം വിലയിരുത്തണം. സദ്ഗുരു മസ്തിഷ്ക ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ന്യൂഡൽഹിയിൽ നിന്നാണ് മാതൃഭൂമിയിൽ വാർത്ത. ഇഷ യോഗ ഫൗണ്ടേഷൻ സ്ഥാപകനും ആധ്യാത്മിക നേതാവുമായ സദ്ഗുരു ജഗ്ഗി വാസുദേവ് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ഡൽഹിയിലെ അപ്പോളോ ആശുപത്രിയിൽ തലച്ചോറിലാണ് ശസ്ത്രക്രിയ നടന്നത്. MRI പരിശോധനയിൽ രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത്. സദ്ഗുരുവിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അസഹനീയമായ തലവേദനയെ തുടർന്ന് മാർച്ച് 17-നാണ് ശസ്ത്രക്രിയ നടന്നതെന്ന് അദ്ദേഹം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ശസ്ത്രക്രിയയെ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്ന അദ്ദേഹം സ്വയം ശ്വസിച്ചു തുടങ്ങിയപ്പോൾ മാത്രമാണ് ഈ വിവരങ്ങൾ ബുധനാഴ്ച അർദ്ധരാത്രിയോടെ പുറത്തുവിട്ടത്. അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അറുപത്തേഴ് കൊലയാളികൾ പരോളിലിറങ്ങി മുങ്ങി എന്നതാണ് കേരള കൗമുദിയുടെ ലീഡ് വാർത്ത. ദീപു ആർ, ആലപ്പുഴയിൽ നിന്നാണ് റിപ്പോർട്ട്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 67 കുറ്റവാളികൾ പരോളിലിറങ്ങി മുങ്ങിയെന്ന ജയിൽ വകുപ്പിൻ്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇവരെല്ലാം കൊലക്കേസ് പ്രതികളാണ്. മറ്റു കേസുകളിൽ വിവിധ കാലയളവിലേക്ക് കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട 3 പേരും മടങ്ങിയെത്തിയിട്ടില്ല. 1990 മുതൽ 2022 വരെയുള്ള കണക്കാണിത്. 1990 മുതൽ 2022 വരെയുള്ള കണക്കാണിത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു യുവതി കൊല്ലപ്പെടുകയും പ്രതി മുൻ മാനഭംഗ കേസിലെ പ്രതിയാണെന്ന് അതിജീവിത വെളിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് വിഷയത്തിന് ഗൗരവമേറുന്നത്. 3 വർഷത്തിനിടെ റിമാൻഡിൽ കഴിയുന്നതിനിടെ ചാടിപ്പോയ 42 പ്രതികളിൽ 17 പേരെ കണ്ടെത്താനുണ്ട്. കൊലപാതകം, കവർച്ച, മാനഭംഗം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങിയ കേസുകളിൽ വിചാരണ നേരിടുന്നവരാണ് ഇവർ. കോടതിയിലേക്കും ആശുപത്രിയിലേക്കുമുള്ള യാത്രകൾക്കിടെ പോലീസുകാരുടെ കണ്ണുവെട്ടിച്ചാണ് റിമാൻഡ് പ്രതികൾ രക്ഷപ്പെടുന്നത്. 1990 മുതലുള്ള കണക്ക് നോക്കിയാൽ ആദ്യ കൊലയാളി മുങ്ങിയിട്ട് 34 വർഷമാകുന്നു. നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിന്നാണ് പരോളിൽ പോയത്. പൊള്ളാച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ രാമൻ എന്ന സുബ്രഹ്മണ്യനാണ് ഈ കുറ്റവാളി. 1990 ഏപ്രിൽ 4-ന് ഇറങ്ങിയ ഇയാൾ സെപ്റ്റംബറിൽ 6-ന് തിരിച്ചെത്തേണ്ടതായിരുന്നു. ഏറ്റവും ഒടുവിൽ മുങ്ങിയത് ഇരവിപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലക്കേസിലെ ജീവപര്യന്തം കിട്ടിയ കൊല്ലം പട്ടത്താനം കാരക്കാട്ട് വീട്ടിൽ അനിൽകുമാറാണ്. അന്തക്കണ്ണൻ എന്നറിയപ്പെടുന്ന ഇയാൾ 2022 ആഗസ്റ്റ് 29-നാണ് പരോളിൽ പോയത്. സെപ്റ്റംബർ 21-ന് തിരിച്ചെത്തുകയായിരുന്നു. 2021-22 മുങ്ങിയത് 49 കൊലയാളികളാണെന്ന് റിപ്പോർട്ടിലുണ്ട്. 1990, 2000 കാലയളവിൽ 18 കൊലയാളികളാണ് മുങ്ങിയത്. 2001, 2022 കാലയളവിൽ 49 കൊലയാളികൾ. നാട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിന്ന് 30, പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് 27, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 3, ചീമേനി തുറന്ന ജയിലിൽ നിന്ന് 4, വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് 3, മറ്റു കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവർ 3, ആകെ 70 പേർ. എമർജൻസി ലീവിനും ഓർഡിനറി ലീവിനും, അതായത് പരോൾ, ഓർഡിനറി ലീവാണ് പരോൾ, എമർജൻസി ലീവിനും ഓർഡിനറി ലീവിനും അർഹതയുണ്ട്. കുടുംബാംഗങ്ങൾക്ക് രോഗം മൂർച്ഛിക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെയും പോലീസ് റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ എമർജൻസി ലീവ് അനുവദിക്കും. 2 വർഷത്തെ ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കുന്നവർക്കാണ് പരോൾ. ഒരു വർഷം 60 ദിവസം മാത്രം, ഒരു സമയം 15 ദിവസത്തിൽ കുറച്ചും 30 ദിവസത്തിലധികവും പരോൾ ലഭിക്കില്ല. ഒരു വർഷത്തേക്ക് 60 ദിവസം മാത്രം, ഒരേ സമയം 15 ദിവസത്തിൽ കുറച്ചും 30 ദിവസത്തിലധികവും പരോൾ ലഭിക്കില്ല. വർഷത്തിൽ 2 or 4 തവണയായി അനുവദിക്കും. സ്വന്തം ജാമ്യത്തിനും 10,000 രൂപയ്ക്ക് തുല്യമായ 2 ആൾജാമ്യത്തിലുമാണ് പരോൾ. മടങ്ങി വന്നില്ലെങ്കിൽ ജാമ്യക്കാർ 5,000 രൂപ വീതം ബോണ്ട് കെട്ടണമെന്നാണ് ആകെയുള്ള നടപടി. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ റുവൈസിൻ്റെ തുടർഭരണം തടഞ്ഞു എന്ന വാർത്ത എല്ലാ പത്രങ്ങളിലുമുള്ളതാണ്. കൗമുദിയിൽ നിന്ന് വായിക്കാം. കൊച്ചി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജറി വിഭാഗം PG വിദ്യാർത്ഥിനി ഡോക്ടർ AG ഷഹന ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയും സഹപാഠിയുമായ ഡോക്ടർ EA റുവൈസിന്
പഠനം തുടരാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. റുവൈസിനെതിരായ അച്ചടക്ക നടപടികൾ ഒരാഴ്ചക്കകം പൂർത്തിയാക്കി സിംഗിൾ ബെഞ്ചിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് AJ ദേശായി, ജസ്റ്റിസ് VG അരുൺ എന്നിവരടങ്ങിയ ബെഞ്ച് കോളേജ് പ്രിൻസിപ്പലിനോട് നിർദ്ദേശിച്ചു. പ്രിൻസിപ്പൽ നൽകിയ അപ്പീൽ തീർപ്പാക്കിയാണ് ഉത്തരവ്. പഠനം തുടരാൻ അനുവദിക്കണമെന്ന റുവൈസിൻ്റെ ഹർജിയിൽ തുടർ നടപടി സിംഗിൾ ബെഞ്ച് പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മെരിറ്റിൽ PG പ്രവേശനം നേടിയ റുവൈസിന് പഠനം തുടരാനായില്ലെങ്കിൽ പരിഹരിക്കാനാവാത്ത നഷ്ടമുണ്ടാകുമെന്ന് വിലയിരുത്തിയാണ് പുനഃപ്രവേശനത്തിന് കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. തുടർന്നാണ് കോളേജ് പ്രിൻസിപ്പൽ അപ്പീൽ നൽകിയത്. റുവൈസും കുടുംബവും വൻതുക സ്ത്രീധനം ആവശ്യപ്പെട്ടതിനാൽ വിവാഹം മുടങ്ങിയതിൽ മനം നൊന്ത് ഡിസംബർ 4-നാണ് ഷഹന ജീവനൊടുക്കിയത്. 21 ലക്ഷം വ്യാജ സിം കാർഡുകൾ, അതെല്ലാം റദ്ദാക്കും. ദീപികയിൽ നിന്നാണ് വാർത്ത. ന്യൂഡൽഹി. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വാങ്ങിയ 21 ലക്ഷം സിം കാർഡുകൾ രാജ്യത്തിപ്പോൾ ഉപയോഗത്തിലുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഓൺലൈൻ തട്ടിപ്പുകൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, ദേശവിരുദ്ധവും സംശയാസ്പദവുമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ഇത്തരം വ്യാജ സിം കാർഡുകൾ ഉപയോഗപ്പെടുത്തി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത്. ശരിയായ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കാത്ത ഇത്തരം കണക്ഷനുകൾ പരിശോധിച്ച് ഉടനടി റദ്ദാക്കാൻ മൊബൈൽ സേവനദാതാക്കൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. നിർമ്മിത ബുദ്ധി അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രാജ്യത്താകെയുള്ള 114 കോടി മൊബൈൽ ഫോൺ കണക്ഷനുകൾ വിശകലനം ചെയ്തപ്പോഴാണ് ചുരുങ്ങിയത് 21 ലക്ഷം സിം കാർഡുകൾ വ്യാജ തിരിച്ചറിയൽ രേഖകൾ കാണിച്ചാണ് ആക്ടിവേറ്റ് ചെയ്തതെന്ന് കണ്ടെത്തിയത്. ഇത്തരം സിം കാർഡുകളുടെ വിവരം BSNL, MTNL, ഭാരതി എയർടെൽ, റിലയൻസ് ജിയോ, വോഡഫോൺ ഐഡിയ എന്നീ കമ്പനികൾക്ക് കൈമാറിയതായി ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. സംശയാസ്പദമെന്ന് കണ്ടെത്തിയ 21 ലക്ഷം സിം കാർഡുകളുടെ രേഖകൾ എത്രയും വേഗം പരിശോധിക്കാനും വ്യാജമെന്ന് കണ്ടെത്തിയവയുടെ കണക്ഷൻ ഉടൻ വിച്ഛേദിക്കാനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരിയായ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത ഉപഭോക്താക്കളുടെ വിവരവും ശേഖരിക്കും. റദ്ദാക്കുന്ന സിം കാർഡുകൾ ഉപയോഗിച്ചാൽ മൊബൈൽ ഹാൻഡ്സെറ്റുകൾ പ്രവർത്തനരഹിതമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് 1.8 ലക്ഷം സിം കാർഡുകൾ കഴിഞ്ഞ വർഷം മേയിൽ പഞ്ചാബ് പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പും നടത്തിവരുന്ന 17 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. വ്യാജരേഖകളുമായി വാങ്ങിയ വിവിധ ടെലികോം കമ്പനികളുടെ 64 സിം കാർഡുകളുമായി ഒരാളെ മഹാരാഷ്ട്ര താനേക്കടുത്ത കപൂർവാഡയിൽ നിന്ന് കഴിഞ്ഞ ജൂണിൽ പോലീസ് പിടികൂടിയിരുന്നു. ആധാറും വ്യാജം എന്നൊരു വിവരവും ഇതോടൊപ്പമുണ്ട്. വ്യാജ മേൽവിലാസത്തിൽ സംഘടിപ്പിക്കുന്ന ആധാർ കാർഡുകളാണ് സിം കാർഡുകൾ വാങ്ങാനായി പലരും നൽകിയത്. ഒരേ വിലാസത്തിലുള്ള നിരവധി വ്യാജ സിം കാർഡുകളുണ്ട്. വാർത്താവിനിമയ വകുപ്പിന് കീഴിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ ഇൻ്റലിജൻസ് യൂണിറ്റാണ് സിം കാർഡുകളിൽ 21 ലക്ഷം വ്യാജമാണെന്ന് കണ്ടെത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം നിരവധി തട്ടിപ്പുകാർ കേരളത്തിലും വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി സിം കാർഡ് വാങ്ങിയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പുറത്താക്കുമെന്ന് കേന്ദ്രം. അഭയാർത്ഥികളായി കണക്കാക്കാനാവില്ലെന്ന് സുപ്രീം കോടതിയിൽ. ദേശാഭിമാനി ഈ വാർത്ത 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അഖിൽ, ന്യൂഡൽഹിയിൽ നിന്ന്. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അഭയാർത്ഥികളായി കണക്കാക്കില്ലെന്നും അവർക്ക് രാജ്യത്ത് തങ്ങാനോ സ്ഥിരമായി പാർക്കാനോ അനുമതി നൽകാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കുന്നത് കേന്ദ്രത്തിൻ്റെ വിവേചനാധികാരമാണെന്നും പുറത്തുനിന്നുള്ള ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കാനാവില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. തടങ്കലിലുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തക പ്രിയ ലുസൂർ സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജിയിലാണ് നടപടി. ആർക്കെല്ലാം അഭയാർത്ഥി പദവി നൽകണം, നൽകരുത് തുടങ്ങിയ വിഷയങ്ങൾ സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. കോടതി ഉത്തരവിലൂടെ ഒരു വിഭാഗത്തിനും അഭയാർത്ഥി പദവി നൽകാനും കഴിയില്ല, സത്യവാങ്മൂലത്തിൽ പറയുന്നു. റോഹിംഗ്യൻ വിഭാഗക്കാർ അറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് അനധികൃതമായി കുടിയേറി വന്നവരാണ്. അവർക്കെതിരെ ഫോറിനേഴ്സ് ആക്ട് അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കണം. 1951 അഭയാർത്ഥി ഉടമ്പടിയിലോ 1967 അഭയാർത്ഥി പദവി നൽകുന്നതിനുള്ള പ്രോട്ടോക്കോളിലോ ഇന്ത്യ ഒപ്പിട്ടിട്ടില്ല. അഭയാർത്ഥികൾക്കായുള്ള UNHCR കാർഡ് അംഗീകരിക്കില്ല, കേന്ദ്രം അറിയിച്ചു. സ്വന്തം രാജ്യത്ത് വംശഹത്യയിൽ കലാശിച്ചേക്കാവുന്ന പീഡനങ്ങൾ നേരിടുന്നതുകൊണ്ടാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് വന്നതെന്നും അവരെ സംരക്ഷിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം രാജ്യത്തിനുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചാണ് പ്രിയ ലുസൂർ സുപ്രീം കോടതിയെ സമീപിച്ചത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള മതവിഭാഗങ്ങൾക്ക്
അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാൻ കേന്ദ്ര സർക്കാർ CAA നിയമവും ചട്ടങ്ങളും കൊണ്ടുവന്നിരുന്നു. വായ്പാനുമതി കേരളത്തിൻ്റെ ഹർജിയിൽ ഇന്ന് വാദം. തിരുവനന്തപുരത്തു നിന്നാണ് വാർത്ത. കൂടുതൽ വായ്പ എടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിൻ്റെ ഹർജി സുപ്രീം കോടതി വ്യാഴാഴ്ച പരിഗണിക്കും. ക്ഷേമ പദ്ധതികളിലടക്കം ചെലവ് നിയന്ത്രിക്കണമെന്ന കർക്കശ വ്യവസ്ഥകളോടെ 5000 കോടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകാമെന്നും 13-ന് കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിലും നിർദ്ദേശം കേരളം തള്ളിയിരുന്നു. ചർച്ചയിലൂടെ അനുരഞ്ജന സാധ്യത അടഞ്ഞ സാഹചര്യത്തിലാണ് വ്യാഴാഴ്ച ഹർജി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ വാഗ്ദാനം ചതിയാണെന്നും സംസ്ഥാനങ്ങളുടെ ചെലവ് കേന്ദ്രം നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും കേരളം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഹർജിയിൽ വിശദവാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചത്. മുമ്പ് ഹർജി പരിഗണിച്ചപ്പോൾ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ആശ്വാസമേകുന്ന പാക്കേജ് നടപ്പാക്കണമെന്നും കൂടുതൽ വിശാല മനസ്കതയോടെ കേരളത്തിൻ്റെ ആവശ്യം പരിഗണിക്കണമെന്നും സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ മാസം 31-ന് മുമ്പ് ഇളവ് അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൻ്റെ കേസിനെക്കുറിച്ചും ദേശാഭിമാനിയുടെ 1-ാം പേജിൽ വാർത്തയുണ്ട്. ചീഫ് ജസ്റ്റിസിനെ മാറ്റിയത് ന്യായീകരിച്ച് കേന്ദ്രം. ന്യൂഡൽഹി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കാനുള്ള വിദഗ്ധ സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അംഗമായാൽ മാത്രമേ സമിതിക്ക് വിശ്വാസ്യതയും പ്രവർത്തന സ്വാതന്ത്ര്യവും ഉണ്ടാകൂ എന്ന വാദം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പുതിയ സത്യവാങ്മൂലത്തിലാണ് അവകാശവാദം. നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ കോടതി ഇടപെടൽ പേടിച്ചാണ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിടുക്കത്തിൽ നിയമിച്ചതെന്ന ആക്ഷേപം തെറ്റാണ്. പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നടപടി വേഗത്തിൽ പൂർത്തിയാക്കിയതെന്നും കേന്ദ്രം അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കേണ്ടതെന്ന് ഭരണഘടനാ ബെഞ്ച് 2023 മാർച്ചിൽ ഉത്തരവിട്ടിരുന്നു. ഇത് മറികടക്കാൻ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി എന്നിവരാണ് ശുപാർശകൾ കൈമാറേണ്ടതെന്ന് കേന്ദ്രം പുതിയ നിയമം പാസാക്കി. ഭരണഘടനാ ബെഞ്ച് വിധിയെ മറികടന്ന നിയമനിർമ്മാണത്തിനെതിരെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, ജയ താക്കൂർ എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണനയിലിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചത്. ഇതേ തുടർന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നിയമന ശുപാർശ സമിതി ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരെ ശുപാർശ ചെയ്തു. രാഷ്ട്രപതി അംഗീകരിച്ചതോടെ ഇരുവരും ചുമതലയേറ്റു. ഈ നിയമനങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി നേരത്തെ തള്ളി. ഹർജികൾ വ്യാഴാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. ഇലക്ട്രൽ ബോണ്ടിൽ സൊഹ്റാബുദ്ദീൻ കേസിൽ വെറുതെ വിട്ട പ്രതിയുടെ കമ്പനി 20 കോടി രൂപ നൽകി എന്ന വാർത്ത സുപ്രഭാതം നൽകിയിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നിന്നാണ്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ സ്ഥാപനങ്ങളും വ്യക്തികളും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ വെറുതെ വിട്ട പ്രതിയുടെ സ്ഥാപനം 20 കോടിയുടെ ബോണ്ട് വാങ്ങിയതായി രേഖകൾ. വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ CBI കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ട പ്രതി വിമൽ പാട്നയുടെ ഉടമസ്ഥതയിലുള്ള വണ്ടർ സിമൻറ്റ് കമ്പനിയാണ് 20 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി സംഭാവന നൽകിയത്. ഇയാളുടെ കുടുംബത്തിന് 8 കോടിയോളം രൂപ ബോണ്ട് വഴി കുടുംബത്തിൽ നിന്ന് 8 കോടിയോളം രൂപ ബോണ്ട് വഴി സംഭാവന നൽകിയതായും വിവരമുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശകലനങ്ങളും അവസാനിക്കുകയാണ്. നാളത്തെ വാർത്തകളുമായി നാളെ കാണാം.